Hi students, this is our lecture 4. In the last lecture we have seen that the hydration reaction. So today we are going to discuss about the application of hydration reaction. So what is basically hydration reaction? It is nothing but the addition of water molecules into the substrate so that we get the desired product. So first application is the preparation of ethyl alcohol by hydration reaction. So what is ethyl alcohol? That is nothing but the ethanol. The formula is CH3CH2OH. So how we prepare this ethyl alcohol by hydration? So we have to take the ethene as the reagent and we have to react with ethene with steam. What is steam? H2 in the gaseous form. So we have to use one catalyst also. The catalyst is solid silicon dioxide coated on the phosphoric acid and this reaction is reversible. So in this slide you can see that the reaction. ഇത്തീനും സ്റ്റീമും കൂടെ നമ്മൾ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് ഇഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഈ ഒരു റിയാക്ഷൻ റിവേഴ്സിബിൾ റിയാക്ഷൻ ആയിരിക്കും. നമ്മൾ എത്തീൻ എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. അത് നമ്മൾ ഗേഷ്യസ് ഫോമിലാണ് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുക. വാട്ടറും ഗേഷ്യസ് ഫോമാണ്, അതാണ് സ്റ്റീം എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ നമ്മുടെ കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അന്നേരം നമുക്ക് ഇഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടും. ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ ഗേഷ്യസ് ഫോം. This is a schematic representation which shows the formation of ethyl alcohol by hydration reaction. So in this we can see that 1 volume of ethane plus 0.06 volume of steam. We are applying temperature pressure also, that is 300 degrees Celsius and 60 to 70 atm pressure. So we get the gases are cooled and ethanol turns to liquid. So നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈഥൈൽ ആൽക്കഹോൾ നമുക്ക് ഗേഷ്യസ് ഫോമിലാണ് കിട്ടുന്നത്. അപ്പോൾ അത് കൂൾ ചെയ്ത് കഴിയുമ്പോഴാണ് അത് ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നത്. അപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ളൊരു റിയാക്ഷൻ ആയിരിക്കും ആ ഒരു എന്താ പറയുക ചേമ്പറിൽ നടക്കുക. ഇനി നമ്മളൊരു 5% നമ്മളിപ്പം ഈത്തേൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്രയോ ഒരു എമൗണ്ട് ഓഫ് ഈത്തേൻ എടുത്തു. അതിൻ്റെ 5% മാത്രമേ ഇഥൈൽ ആൽക്കഹോളായിട്ട് ഫസ്റ്റ് കൺവേർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്ന ചേമ്പറിൽ വളരെ കുറച്ച്, അതായത് 5% ഈത്തേൻ മാത്രം കൺവേർട്ട് ചെയ്ത് ഈഥൈൽ ആൽക്കഹോളായിട്ട് കിട്ടി. ബാക്കി ഒരു അപ്രോക്സ് 95% നമുക്ക് ഇഥൈനായിട്ട് തന്നെ നമുക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ വീണ്ടും ആ ഇഥൈനെ നമുക്ക് എടുത്തിട്ട് എന്താ പറയുക ഇത്തരത്തിൽ റിയാക്ഷൻ നടത്തിയാണ് നമ്മൾ മാക്സിമം ഈൽഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയും നമുക്ക് ഈ ഒരു പ്രൊസീജിയർ വെച്ചിട്ട്, അപ്പോൾ ഇതിപ്പം നമുക്ക് ഇതിനിൽ നിന്നും ഈഥൈൽ ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പല ആൽക്കഹോൾസിനെയും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റിയാക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് സിമിലർ ആണ്. അതായത് ഏത് ആൽക്കഹോൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിലും ഈ ഒരു റിയാക്ഷൻ പ്രൊസീജിയർ സെയിം ആയിരിക്കും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കേണ്ട റിയാക്ഷൻ കണ്ടീഷൻസിൽ മാത്രമായിരിക്കും വ്യത്യാസം വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിപ്പം നമ്മൾ ഇതിനിൽ നിന്നും ഈഥൈൽ ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുവാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്ത് കൊടുത്ത കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോസ്ഫോറിക് ആസിഡാണ്, അല്ലെങ്കിൽ സിലിക്ക ഡയോക്സൈഡ് ഫോസ്ഫോറിക് ആസിഡിൽ കോട്ട് ചെയ്തൊരു കാറ്റലിസ്റ്റ് ഉപയോഗിച്ചു. ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻസൊക്കെ എന്താ പറയുക 300 ഡിഗ്രിയും 60 to 70 atm പ്രഷറൊക്കെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്തത്. അപ്പം പ്രൊസീജിയർ സെയിം തന്നെ ആയിരിക്കും മറ്റ് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാനായിട്ടും, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്ന റിയാക്ഷൻ കണ്ടീഷൻസിൽ മാത്രമായിരിക്കും വ്യത്യാസം വരിക. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. അപ്പോൾ നമ്മൾ ഈഥൈൽ ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു? ഇത്തീനായിരുന്നു എടുത്തത്. അപ്പം നമ്മളിവിടെ പ്രൊപ്പൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ പ്രൊപ്പനോൾ എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെടുക്കാം? പ്രൊപ്പീനെ നമുക്ക് റിയേജൻ്റായിട്ട് എടുക്കാം. ഹൈഡ്രേഷൻ റിയാക്ഷനാണ്, അതുകൊണ്ട് നമുക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഡിഫറെൻറ്റ് ആൽക്കഹോൾസ് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് നമ്മൾ എടുക്കുന്ന ഇതെന്ന് പറയുന്നത് പ്രൊപ്പീനാണ്. അപ്പം ഏത് കാർബണിലായിരിക്കും OH ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുക, അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് 2 ടൈപ്പിൽ നമുക്ക് ആൽക്കഹോൾസ് കിട്ടാം എന്ന് പറയാം. അതായത് പ്രൊപ്പൻ 1 ഓളും പ്രൊപ്പൻ 2 ഓളും. 1, 2 എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ OH ഗ്രൂപ്പിൻ്റെ പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. 3 കാർബൺ ആയതുകൊണ്ട് പ്രൊപ്പ് എന്ന് നമ്മളുള്ള ഒരു പ്രിഫിക്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ നോക്കിയേ, പ്രൊപ്പീനാണ് നമ്മൾ എടുക്കുന്ന റിയേജൻ്റ് എന്ന് പറയുന്നത്. അതായത് CH3CH
ഡബിൾ ബോണ്ട് CH2, അതിലേക്ക് നമ്മൾ H2 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 2 ടൈപ്പിലുള്ള പ്രോഡക്റ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ പ്രാക്ടിക്കലി നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? പ്രൊപ്പൻ 2-ol ആയിരിക്കും കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ 2-propan-ol തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊപ്പീൻ എടുക്കുക, അതിനകത്തേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക, നമുക്കപ്പോൾ എന്ത് കിട്ടും? ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ പ്രൊപ്പൻ 2-ol കിട്ടും. If you add the molecule HX across the carbon-carbon double bond, the hydrogen nearly always get attached to the carbon with most hydrogens on it already in the case of CH2 rather than the CH. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻസ് ഉള്ള കാർബണിലായിരിക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന വാട്ടറിൽ നിന്ന് വരുന്ന ഹൈഡ്രജനും ആഡ് ചെയ്യുന്നത്. മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്ക് തന്നെയായിരിക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന വാട്ടറിൽ നിന്ന് വരുന്ന ഹൈഡ്രജനും ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പ്രൊപ്പൻ 2-ol ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഹൈഡ്രജൻ വന്നിട്ട് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും OH വന്ന് അറ്റാച്ച് ചെയ്യുന്ന എവിടെയായിരിക്കും? ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബണിലായിരിക്കും. അപ്പോൾ അത് ആ ഒരു റൂള് കൺസിഡർ ചെയ്താണ് നമുക്ക് പ്രൊപ്പൻ 2-ol എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് പ്രിപ്പറേഷൻ ഓഫ് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു അക്രിലമൈഡ്. Acrylamide can form naturally from chemical reactions in certain types of starchy foods after cooking at high temperature. അതായത് അക്രിലമൈഡ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. അതിനെ നമുക്ക് നാച്ചുറലി ഈ അക്രിലമൈഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ചില സ്റ്റാർച്ചി ഫുഡിൽ നിന്നുമൊക്കെയാണ് നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഈ സ്റ്റാർച്ചി ഫുഡിനെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താ പറയുക, നാച്ചുറലി അക്രിലമൈഡ് അവിടെ ഫോം ചെയ്യുന്നു. Some foods with higher levels of acrylamide include French fries, potato chips, foods made from grains as breakfast cereals, cookies and toast and coffee. നമുക്കെല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ്, പൊട്ടാറ്റോ ചിപ്സ്, അപ്പോൾ അതിലൊക്കെയാണ് കൂടുതൽ എമൗണ്ട് ഓഫ് അക്രിലമൈഡ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾ ഒരു റിയാക്ഷൻ മെക്കാനിസമാണ്, എങ്ങനെ നാച്ചുറലി ഒരു സ്റ്റാർച്ചി ഫുഡിൽ നിന്നും അക്രിലമൈഡ് ഫോം ചെയ്യുന്നു എന്നുള്ളത് ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഗ്ലൂക്കോസിൽ നിന്നും എങ്ങനെയാണ് അക്രിലമൈഡ് ഫോം ചെയ്യുന്നതെന്നാണ് ഉള്ളൊരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ബേസിക്കലി അക്രിലമൈഡ് നാച്ചുറലി എങ്ങനെ ഫോം ചെയ്യുന്നു? സം സ്റ്റാർച്ചി ഫുഡിനെ നമ്മൾ വെരി ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ഫോം ചെയ്യുന്നു? അക്രിലമൈഡ് ഫോം ചെയ്യുന്നു. ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷനാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. എനി പ്രോസസ് ഇൻ വിച്ച് ഓക്സിജൻ കമ്പൈൻസ് വിത്ത് ആൻ എലമെൻറ്റ് ഓർ സബ്സ്റ്റൻസ് എയ്തർ സ്ലോലി ആസ് ഇൻ ദ റസ്റ്റിംഗ് ഓഫ് അയൺ ഓർ റാപ്പിഡ്ലി ആസ് ബേണിംഗ് ഇൻ ദ ബേണിംഗ് ഓഫ് വുഡ്. അതായത് ഏതൊരു റിയാക്ഷൻ ആയിക്കോട്ടെ, അതിനകത്ത് ഓക്സിജൻ ഏതെങ്കിലും എലമെൻറ്റുമായിട്ടോ സബ്സ്റ്റൻസുമായിട്ടോ കമ്പൈൻ ചെയ്ത് വരുന്നതാണെങ്കിൽ ആ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ. അപ്പോൾ ഏതൊരു എലമെൻറ്റ് അല്ലെങ്കിൽ ഏതൊരു സബ്സ്റ്റൻസിനോട് ഓക്സിജൻ റിയാക്ട് ചെയ്യുവാണെങ്കിൽ ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഓക്സിജൻ റിയാക്ട് ചെയ്യാം? റാപ്പിഡായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്ലോലി റിയാക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും റിയാക്ട് ചെയ്യാം. പക്ഷേ ബോത്ത് ആർ ഓക്സിഡേഷൻ റിയാക്ഷൻസ് only. In other words, we can say that a reaction in which atoms of an element lose electrons and valence of the element is correspondingly increased. അല്ലെങ്കിൽ നമുക്ക് ഓക്സിഡേഷൻ റിയാക്ഷൻ എങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ, എലമെൻറ്റിൻ്റെ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെട്ടിട്ട് എലമെൻറ്റിൻ്റെ വാലൻസി ഇൻക്രീസ് ചെയ്യുക. ആ ഒരു റിയാക്ഷനെ നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് തന്നെയാണ് പറയാറ്. നമുക്കിവിടെ എക്സാമ്പിൾ കാണാനായിട്ട് പറ്റും. 2Na + Br2 giving 2NaBr. അപ്പം ഇത് നമ്മുടെ സെക്കൻഡ് പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരമുള്ള ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് മോൾസ് ഓഫ് സോഡിയവും ബ്രോമിനും കൂടെ റിയാക്ട് ചെയ്ത് NaBr എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടുന്നു. അപ്പം നമുക്കതിൻ്റെ കാണാൻ പറ്റും ആ ഒരു റിയാക്ഷൻ, അതൊരു ഓക്സിഡേഷൻ റിയാക്ഷൻ എക്സാമ്പിളാണ്. അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള രണ്ട് ഡെഫിനിഷൻസാണ് നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷന് കണ്ടത്. ഇനിയും ഓക്സൈഡ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് ആൻ ഓക്സൈഡ്? ആൻ ഓക്സൈഡ് ഈസ് എ കോമ്പൗണ്ട് ഓഫ് ഓക്സിജൻ ആൻഡ് അനദർ എലമെൻറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു എലമെൻറ്റും ഓക്സിജനും കൂടെ ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓക്സൈഡ്. അപ്പം NaO, സോഡിയം ഓക്സിജനും കൂടെ ചേർന്ന് വന്നാൽ സോഡിയം ഓക്സൈഡ്. അപ്പോൾ ഏതൊരു എലമെൻറ്റിൻ്റെ കൂടെ ഓക്സിജൻ കമ്പൈൻ ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ഓക്സൈഡ് എന്ന് പറയാറ്. മോസ്റ്റ് ഓക്സൈഡ്സ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു 4 കാറ്റഗറീസ്.
നമ്മൾ ഈ ഓക്സൈഡ്സിൻ്റെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത് പ്രധാനമായും 4 രീതിയിലാണ് നമ്മൾ ഈ ഓക്സൈഡ്സിനെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അസിഡിക് ഓക്സൈഡ്സ്, ബേസിക് ഓക്സൈഡ്സ്, ആംഫോട്ടറിക് ഓക്സൈഡ്സ് ആൻഡ് ന്യൂട്രൽ ഓക്സൈഡ്സ്. 4 ടൈപ്പിൽ നമ്മൾ നമ്മുടെ ഓക്സൈഡ്സിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് അസിഡിക് ഓക്സൈഡ്? Non-metals react with oxygen to form acidic compounds of oxides which are held together by covalent bonds. These compounds can also be called as acid anhydrates. Acid anhydrates usually have low melting and boiling point except for compounds like B2O3 and SiO2 which have high melting points and form giant molecules. എക്സാമ്പിൾസ് ആർ ഗിവൺ ബിലോ. അതായത് അസിഡിക് ഓക്സൈഡ്സ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നോൺ മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അസിഡിക് കോമ്പൗണ്ട്സ്, അതായത് അസിഡിക് ആയിട്ടുള്ള ഒരു ഓക്സൈഡിൻ്റെ തന്നെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. അത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? കോവാലൻ്റ് ബോണ്ട് വഴിയായിരിക്കും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സൈഡ് ഫോം ചെയ്യുക. നമ്മൾ ഇതിനെ അസിഡിക് ഓക്സൈഡ് എന്നോ അല്ലെങ്കിൽ ആസിഡ് അൺഹൈഡ്രേറ്റ്സ് എന്നോ നമ്മൾ പറയാറുണ്ട്. പൊതുവേ ആസിഡ് അൺഹൈഡ്രേറ്റ്സിൻ്റെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് കുറവായിരിക്കും. പക്ഷേ ഓൾവേസ് ഇൻ കെമിസ്ട്രിയിൽ എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസിഡ് അൺഹൈഡ്രേറ്റ്സിൻ്റെ കോമൺ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും. പക്ഷേ B2O3 SiO2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, അത് ആസിഡ് അൺഹൈഡ്രേറ്റ് ആണ്. പക്ഷേ അതിന് വെരി ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ അതിന് വലിയ വലിയ മോളിക്യൂൾസിനെ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. എക്സാമ്പിൾസ് ഓഫ് ആസിഡ് ഓക്സൈഡ് കൊടുത്തിട്ടുണ്ട്, NOCO2. പിന്നെ അതിൻ്റെ റിയാക്ഷൻസും കൊടുത്തിട്ടുണ്ട്, എങ്ങനെ ഒരു ആസിഡ് അൺഹൈഡ്രേറ്റ് ഫോം ചെയ്യുന്നു എന്നുള്ളത്. അപ്പം ഏതെങ്കിലും ഒരു നോൺ മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോവാലൻ്റ് ബോണ്ട് വഴി ഫോം ചെയ്ത് വരുന്ന കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഓക്സൈഡ്സിനെയാണ് നമ്മൾ അസിഡിക് ഓക്സൈഡ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ആസിഡ് അൺഹൈഡ്രേറ്റ് എന്നുള്ള പേരിലും ഇതിനെ നമ്മൾ വിളിക്കാറുണ്ട്. പിന്നെ പൊതുവേ ഇതിന് ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും. ഇനി അടുത്ത ബേസിക് ഓക്സൈഡ്. Metals react with oxygen to give basic compounds of oxygen. These compounds are usually ionic in nature. Group 1 and 2 and lanthanides form basic compounds of oxygen when they react with dioxygen. ഓക്സിജൻ്റെ കൂടെ മെറ്റൽസ് വന്ന് റിയാക്ട് ചെയ്ത് കഴിയുവാണെങ്കിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ടിനെയാണ് നമ്മൾ ബേസിക് ഓക്സൈഡ്സ് എന്ന് വിളിക്കാറ്. അതിൻ്റെ എന്തായിരിക്കും? അയണിക് ഇൻ നേച്ചർ ആയിരിക്കും. അതായത് അയണിക് ബോണ്ട് വഴിയായിരിക്കും ഇത് ഈ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഗ്രൂപ്പ് 1 അതായത് ആൽക്കലി മെറ്റൽസ്, ഗ്രൂപ്പ് 2 ആൽക്കലി എർത്ത് മെറ്റൽസ്, അതുപോലെ തന്നെ ലാന്തനൈറ്റ്സ്. ഈ 3 ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും മോസ്റ്റ്ലി ഈ ഡൈ ഓക്സിജനുമായിട്ട്, അതായത് O2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ബേസിക് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നുണ്ടാവുക. ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ദീസ് കോമ്പൗണ്ട്സ് ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ്. These compounds readily react with water except a few exceptions. അതായത് ഈ ഒരു കോമ്പൗണ്ട്സിൻ്റെ ഫോർമേഷൻ്റെ സമയത്ത്, അതായത് ബേസിക് ഓക്സൈഡിൻ്റെ ഫോർമേഷൻ്റെ സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് എനർജി അവിടെ നിന്നും റിലീസ് ആവും. പിന്നെ പെട്ടെന്ന് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ബേസിക് ഓക്സൈഡിന് കാണും. അതിൻ്റെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്, ഒരു റിയാക്ഷനും കൊടുത്തിട്ടുണ്ട്, എങ്ങനെ NaOH ഫോം ചെയ്യുന്നു എന്നുള്ളൊരു റിയാക്ഷനും കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ബേസിക് ഓക്സൈഡാണ്. അടുത്ത ആംഫോട്ടറിക് ഓക്സൈഡ്. Amphoteric oxides are compounds of oxygen which exhibit both acidic as well as basic character. Both acidic and basic character കാണിക്കാൻ കഴിവുള്ള ഓക്സിജൻ്റെ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന് പറയാറ്. These oxides when reacting with acid undergoes neutralization reaction to form water and salt. അപ്പോൾ ഇത്തരത്തിലുള്ള ഓക്സൈഡ്സ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. അതായത് ന്യൂട്രലായി പോകും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? വാട്ടറും അതിൻ്റെ കറസ്പോണ്ടിങ് സോൾട്ടും ഫോം ചെയ്യും. ദിസ് എക്സിബിറ്റ് ദ ബേസിക് പ്രോപ്പർട്ടി ഓഫ് ദ കോമ്പൗണ്ട്സ്. ഇത് അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. സിമിലർലി റിയാക്ട്സ് വിത്ത് ആൽക്കലി ടു ഫോം സോൾട്ട് ആൻഡ് വാട്ടർ എക്സിബിറ്റ് അസിഡിക് പ്രോപ്പർട്ടി. ഇനിയും ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രോഡക്റ്റ് തന്നെ കിട്ടത്തുള്ളൂ? അതിൻ്റെ കറസ്പോണ്ടിങ് സോൾട്ടും പ്ലസ് വാട്ടറും കിട്ടത്തുള്ളൂ. ദാറ്റ് ഷോസ് ദ അസിഡിക് പ്രോപ്പർട്ടി. എക്സാമ്പിൾ അലുമിനിയം ഓക്സൈഡ്. അസിഡിക് ക്യാരക്ടറും കൊടുത്തിട്ടുണ്ട്, ബേസിക് ക്യാരക്ടറും കൊടുത്തിട്ടുണ്ട്. അപ്പം അസിഡിക് ക്യാരക്ടറും ബേസിക് ക്യാരക്ടറും കാണിക്കാൻ പറ്റുന്ന, അതായത് ഒരേ കോമ്പൗണ്ടിന് തന്നെ അസിഡിക് ക്യാരക്ടറും കാണിക്കാൻ പറ്റും, ബേസിക് ക്യാരക്ടറും കാണിക്കാൻ പറ്റുന്നതിനാണ് നമ്മൾ ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഓക്സിജൻ ഉണ്ടാവും. എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് ന്യൂട്രൽ ഓക്സൈഡ്സ്. സം കോമ്പൗണ്ട്സ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം ഓക്സൈഡ്സ് വിച്ച് ഡു നോട്ട് എക്സിബിറ്റ് അസിഡിക് നോർ ബേസിക് ക്യാരക്ടറിസ്റ്റിക്.
സച്ച് കോമ്പൗണ്ട്സ് ആർ ന്യൂട്രൽ കോമ്പൗണ്ട്സ് ഓഫ് ഓക്സിജൻ. എന്നാൽ ചില കോമ്പൗണ്ട്സിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റലോ നോൺ മെറ്റലോ എന്തായാലും ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിയാക്ട് ചെയ്ത് കിട്ടുന്ന ആ ഒരു കോമ്പൗണ്ട്, അതായത് നമ്മുടെ ഓക്സൈഡ്, അതിന് ബേസിക് ക്യാരക്ടറും കാണിക്കാൻ കഴിവ് കാണത്തില്ല, അസിഡിക് ക്യാരക്ടർ കാണിക്കാനുള്ള കഴിവും കാണത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ന്യൂട്രൽ കോമ്പൗണ്ട്സ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്സിജൻ ന്യൂട്രൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ NO, CO. അതിനൊക്കെ ബേസിക് ക്യാരക്ടറും ഇല്ല, അസിഡിക് ക്യാരക്ടറും ഇല്ല. അപ്പോൾ അങ്ങനെ നാല് ടൈപ്പ് ഓഫ് ഓക്സൈഡ്സ് ആണ് നമ്മൾ കണ്ടത്. അസിഡിക് ഓക്സൈഡ്സ്, ബേസിക് ഓക്സൈഡ്സ് ആൻഡ് ആംഫോട്ടറിക് ആൻഡ് ന്യൂട്രൽ. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ഓക്സിഡേഷൻ റിയാക്ഷൻ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ 4 ടൈപ്സ് പഠിച്ചു. പിന്നെ അക്രിലമൈഡ് എന്താണെന്ന് പഠിച്ചു, നാച്ചുറലി എങ്ങനെ അക്രിലമൈഡ് ഫോം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ കണ്ടു. പിന്നെ ഹൈഡ്രേഷൻ റിയാക്ഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് 2 ആൽക്കഹോളിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് പഠിച്ചു. അതായത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആൻഡ് ഈത്തൈൽ ആൽക്കഹോൾ. അങ്ങനെ 2 ടൈപ്പിലുള്ള ആൽക്കഹോളിനെ എങ്ങനെ ഹൈഡ്രേഷൻ റിയാക്ഷൻ വഴി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതും നമ്മൾ പഠിച്ചു. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ പഠിക്കാം. താങ്ക് യു.